ദേശീയോദ്ഗ്രന്ഥനവും ഏകതയും ലക്ഷ്യമിട്ട് നടത്തുന്ന ചലോ LOC യാത്ര മധ്യപ്രദേശിലെ ഓംകാരേശ്വറിലെത്തി. ശങ്കര ഭഗവത് പാദത്തിൽ നിന്ന് ആരംഭിച്ച യാത്ര ശങ്കര ഗുരുസ്ഥാനത്തെത്തി നിൽക്കുകയാണ്. ബുള്ളറ്റുകൾക്കെതിരെ ബുള്ളറ്റുകളിൽ എന്ന മുദ്രാവാക്യവുമായി നടത്തുന്ന ചലോ LOC യാത്ര വൻ സ്വീകാര്യത നേടുകയാണ്. അദ്വൈത വേദാന്ത തത്വചിന്തയുടെ കേന്ദ്രമായ ഓംകാരേശ്വറിലെ ദത്താത്രേയ ആശ്രമത്തിലെ വിവേകാനന്ദപുരി സ്വാമിയാണ് സംഘത്തെ സ്വീകരിച്ചത്. അദ്ദേഹം യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചതായി ചലോ LOC സംഘം അറിയിച്ചു. സംഘത്തിന് പ്രതിമയ്ക്ക് മുൻപിൽ വൻ സ്വീകരണമാണ് ലഭിച്ചത്. जय जय शंकर, जय जय शंकर, भारत माता की जय, नमः पार्वती पते हर हर महादेव. രാഷ്ട്രത്തെ ഒരു ശരീരമായി കണക്കാക്കിയാൽ അതിന്റെ ഹൃദയസ്ഥാനത്താണ് എത്തിയിരിക്കുന്നതെന്ന് യാത്രയ്ക്ക് നേതൃത്വം നൽകുന്ന R. രാമാനന്ദ് പറഞ്ഞു. യാത്രയ്ക്ക് ആധ്യാത്മിക ലക്ഷ്യമുണ്ടായിരുന്നു. അത് പൂർത്തീകരിച്ച ദിവസമാണ് ഇന്നെന്നും R. രാമാനന്ദ് കൂട്ടിച്ചേർത്തു. യാത്രയുടെ പേര് തന്നെ ശങ്കരം മുതൽ ശാരദ വരെ എന്നാണെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രത്തെ ഒരു ശരീരമായി കണക്കാക്കിയ രാഷ്ട്ര ശരീരത്തിന്റെ മൂലാധാരത്തു നിന്ന് ആരംഭിച്ച് സഹസ്രാരം വരെയുള്ള ഒരു യാത്രയാണ്. ഒരു ആധ്യാത്മിക തലം അതിനുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഭാരതത്തിന്റെ ഹൃദയഭൂമിയിൽ ഹൃദയസ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. ആ ഹൃദയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഓംകാരേശ്വര ഭൂമിയാണ്. ഭാരതത്തിലെ 12 ജ്യോതിർലിംഗങ്ങളിലൊന്നായ ഓംകാരേശ്വർ സന്ദർശിച്ച് സപ്തനദികളിലൊന്നായ നർമ്മദയിൽ സ്നാനവും നടത്തിയാണ് സംഘം ഇന്നത്തെ യാത്ര അവസാനിപ്പിച്ചത്. 28 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ഏകാത്മ ഡാമിലാണ് 108 അടി ഉയരമുള്ള ഏകാത്മ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. 12ാം വയസ്സിൽ അദ്വൈത വേദാന്ത തത്വചിന്ത പ്രചരിപ്പിക്കുന്നതിനായി ശങ്കരാചാര്യൻ ഓംകാരേശ്വർ വിട്ടെന്നാണ് ഐതിഹ്യം. നാഷണൽ ഡെസ്ക്, ജനം.